നമസ്കാരം. ഫെബ്രുവരി 28-നായിരുന്നു അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്യാഹ്ലാദത്തോടെ പറഞ്ഞു, ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ തച്ചുടയ്ക്കുകയാണ്. 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ ഇറാനെ കീഴ്പ്പെടുത്തി ഇറാൻ്റെ എണ്ണ ലോകത്തിന് കൊടുക്കും, ഇറാൻ്റെ അണുവായുധങ്ങൾ നശിപ്പിക്കും. ഇസ്രായേൽ പ്രതികരിച്ചില്ല. പക്ഷേ ട്രംപിനൊപ്പം നിന്ന് വിജയം നേടും എന്ന ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോയി. പക്ഷെ മാസം 3 പിന്നിട്ടിരിക്കുന്നു, ഒന്നും ഒരിടത്തും എത്തിയില്ല. ഏപ്രിലിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനോട് സന്ധി ചെയ്തുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഏതാണ്ട് വെടിനിർത്തലിൽ എത്താൻ കഴിഞ്ഞു. പക്ഷെ വെടിനിർത്തൽ ഒരു ശാശ്വത പരിഹാരമായിരുന്നില്ല. ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റിയില്ല, ഇറാൻ്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കിയില്ല. ഇറാൻ തുടർന്നും ഇടയ്ക്കിടെ GCC രാജ്യങ്ങളെ ആക്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ കാലിൽ പിടിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കരാറിൽ ഒപ്പിടും എന്ന് പറഞ്ഞ് ട്രംപ് ആഴ്ചകൾ തള്ളി നീക്കി. ഒരു തവണ അമേരിക്കയും ഇറാനും ചർച്ചകൾ നടത്തി. പക്ഷെ ആ ചർച്ച ഒരു ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. രണ്ടാമതൊരു ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയെങ്കിലും നടന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപ് പറയുന്നു, സമാധാനം അരികിലെത്തി, ഇറാനും അമേരിക്കയും തമ്മിൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാകുമെന്ന്. പക്ഷെ ആർക്കും ആത്മവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ട്രംപ് അതീവ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പുവയ്ക്കും. മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ട്രംപിനോട് ചോദിച്ചു, ഇസ്രായേൽ സമ്മതിക്കുമോ? അപ്പോൾ ട്രംപിൻ്റെ മറുപടി, നെതന്യാഹുവിന് മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല, ഞങ്ങൾ ഇറാനുമായി കരാറിൽ ഒപ്പുവെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കുക എന്നത് മാത്രമാണ് നെതന്യാഹുവിൻ്റെ മുമ്പിലുള്ള ഏക വഴി. ഇസ്രായേൽ മൗനം പാലിച്ചു. പിന്നെ രാത്രിയിൽ നമ്മൾ കേൾക്കുന്നത് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് ചീറിപ്പായുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശബ്ദമാണ്. ഏപ്രിലെ വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്രയും ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുന്നത്. ഇടയ്ക്കിടെ UAEക്ക് നേരെയും ബഹ്റൈന് നേരെയും കുവൈറ്റിന് നേരെയുമൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലിന് നേരെ തുരുതുര മിസൈൽ വർഷിക്കുന്നത് ആദ്യമായാണ്. വടക്കൻ ഇസ്രായേലിലെ പലയിടങ്ങളിലേക്കും ഇറാൻ്റെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും പറന്നെത്തി. അവയെല്ലാം തന്നെ നിർവീര്യമാക്കി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതെങ്കിലും വാസ്തവം വ്യക്തമല്ല. ഇറാൻ പറയുന്നു, ഇസ്രായേലിൻ്റെ പലയിടങ്ങളിലും ഞങ്ങൾ ആക്രമണം വിജയകരമായി നടത്തിയെന്ന്. ആർക്കെങ്കിലും പരിക്കേറ്റതായോ ഏതെങ്കിലും ഒരു മിസൈലോ ഡ്രോണോ ഇസ്രായേൽ മണ്ണിൽ പതിച്ചതായോ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഉടനടി ട്രംപ് രംഗത്തിറങ്ങി. അടിക്കാനുള്ളത് അടിച്ചു കഴിഞ്ഞു, ഇസ്രായേൽ ഒരു കാരണവശാലും തിരിച്ചടിക്കരുതേ എന്നായിരുന്നു ട്രംപിൻ്റെ ആവശ്യം. ഇസ്രായേൽ ഒന്നും മിണ്ടിയില്ല. അത് അർത്ഥഗർഭമായ മൗനമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇസ്രായേൽ മിലിറ്ററി തലവൻ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, ഭരണ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം മാത്രം കാത്തിരിക്കുന്നുവെന്ന്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നെതന്യാഹു ഉത്തരവിട്ടു. ഇന്ന് വെളുപ്പിന് നമ്മൾ കേൾക്കുന്നത് ഇസ്രായേലിൽ നിന്നും പശ്ചിമേഷ്യയുടെ ആകാശത്തുകൂടി തുരുതുരെ പറന്നു പോകുന്ന ഇസ്രായേലിൻ്റെ മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളുമാണ്. ഇസ്രായേൽ അതിശക്തമായി തന്നെ ഇറാൻ്റെ മേൽ ആഞ്ഞടിച്ചു. വടക്കൻ ഇറാൻ്റെ 2 നഗരങ്ങളിൽ തുരുതുര ഇസ്രായേൽ ബോംബ് വർഷിച്ചു. ഇറാനിലെ തബ്രീസ്, ഇസ്ഫാൻ എന്നീ 2 നഗരങ്ങളിൽ ഇസ്രായേൽ അതിശക്തമായ ബോംബാക്രമണം നടത്തി എന്ന് ഇസ്രായേൽ മാത്രമല്ല ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നു. ഇറാൻ സേന വെറുതെ ഇരിക്കില്ല, ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കും. ഇന്നലെ ഞങ്ങൾ നടത്തിയത് ഈ ആഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു എന്നാണ് ഇറാൻ സേന വ്യക്തമാക്കിയത്. എന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലും നേരിട്ട് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അതേ, ഘോര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാന് നേരെയും ഇറാൻ ഇസ്രായേലിന് നേരെയും ചില മിസൈൽ വർഷങ്ങളൊക്കെ നടത്തി പിന്നീട് പിൻവലിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ഇറാൻ പറയുന്നു, ഞങ്ങൾ വിശ്രമിക്കുകയില്ല, ഇനി വരുന്ന ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന്. ഇസ്രായേൽ പറയുന്നു, എങ്കിൽ ഇറാൻ ബാക്കിയുണ്ടാവില്ലെന്ന്. ട്രംപ് അരുതേ അരുതേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും 2 രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. അതെ, വീണ്ടും ഘോരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു.
ഏറ്റവും സംഘർഷഭരിതമായ ദിനങ്ങളിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും എത്തപ്പെട്ടിരിക്കുന്നു. ഇതിനു മുൻപ് സംഭവിച്ചതിനേക്കാൾ ഗുരുതരമായ ആക്രമണമായിരിക്കും ഇപ്പോഴുണ്ടാവുന്നത് എന്ന് ലോകം ഭയപ്പെടുകയാണ്. UAE ആണ് ഏറ്റവും അധികം പ്രതിരോധത്തിലാവുന്നത്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ പരിരക്ഷയിലാണ് UAE ഇപ്പോൾ. അബുദാബിയും ദുബായിയും ഷാർജയും ഒക്കെ അടങ്ങുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന UAE ആശങ്കയുടെ പടിവാതിൽക്കലേക്ക് ചാടിക്കയറുമ്പോൾ ഉരുകുന്നത് ഈ നാടിനു കൂടിയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം UAEയിലും സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലുമൊന്നും സമാധാനമില്ല. എല്ലാവരും യുദ്ധവിമാനങ്ങളുടെ മുരൾച്ചയും ബോംബുകളുടെ സ്ഫോടന ശബ്ദവും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പേടിപ്പിക്കുന്ന മൂളിപ്പായലുകളും കണ്ട് ഭയന്നിരിക്കുകയാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കും എന്ന അവസ്ഥയിൽ പതിവ് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന പശ്ചിമേഷ്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ വീണ്ടും ആശങ്കയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. എണ്ണവില ഞൊടിയിടയിൽ ഉയർന്നു പൊങ്ങി. ഓഹരി വിപണി പെട്ടെന്ന് തന്നെ വീണു. വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചു. തെഹ്റൈൻ മാത്രമല്ല, അബുദാബിയിലെയും ദുബായിലെയും കുവൈറ്റിലെയും ബഹ്റൈനിലുമൊക്കെ വിമാന സർവീസുകൾ താറുമാറായി. പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ലെങ്കിലും ആക്രമണം ഭയന്ന് വിമാന സർവീസുകൾ താറുമാറായിട്ടുണ്ട്. മലയാളികളടങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തലയ്ക്ക് മീതെ ആശങ്കയുടെ പുകച്ചുരുളുകൾ വീണ്ടും ഉയർന്നു കഴിഞ്ഞു. ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നിന്നും പശ്ചിമേഷ്യ രക്ഷിക്കണമേ. ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദിനങ്ങൾ എണ്ണി നീക്കാം.